ഞാൻ ഇറങ്ങുമോ? സന്തോഷം. ഞാൻ ഇറങ്ങാൻ എനിക്ക്. ഇങ്ങനെ ആയിരുന്നില്ല ചേച്ചി പെരുമാറേണ്ടിയിരുന്നത്. വന്നത് വലിയച്ഛക്ക് ഇഷ്ടായില്ല അല്ലേ? വന്നതല്ല ഇഷ്ടാവാത്തത്, അകത്ത് കയറ്റി ഇരുത്തിയില്ലേ അതാ. അകത്തേക്ക് വിളിക്കണ്ടായിരുന്നു. വിളിച്ചോ, ആരെ വേണേലും വിളിച്ചേറ്റി ഇരുത്തിക്കോ. ഞാനെന്തേലും പറയുന്നല്ലേ കുറ്റം? സ്വന്തം അച്ഛൻ വരെ ഒരു കാരണം നോക്കിയിരിക്കുക, 5 എണ്ണത്തിനെ മോശക്കാരാക്കാൻ. നോക്കി നിൽക്കാതെ തുടക്കണേ അങ്ങോട്ട്. തുടക്കോ? നീ എന്താ ഇവിടെ നോക്കി നിൽക്കുന്നേ? ഇന്നത്തെ കണക്ക് നോക്കിയോ? ഇല്ല. എന്നാ പിന്നെ പോയി കണക്ക് ക്ലോസ് ചെയ്യേ. ഒന്നും നോക്കി കണ്ട് ചെയ്യില്ല. ഓരോ ദിവസം ഞാൻ കാര്യങ്ങൾ ഓരോന്ന് ഓർമ്മിപ്പിച്ചോണ്ടേയിരിക്കണം. അയ്യോ, മേശയ്ക്ക് നോന്ന് പേടിച്ചാണോ തുടയ്ക്കുന്നേ? അമർത്തി തുടക്കടി, പണി തീർക്ക്. ചുരണ്ടി ചുരണ്ടി ഇരിക്ക വേലക്കളികള്. ചേച്ചി എന്നോടുള്ള ദേഷ്യം ഇവരോട് തീർക്കണ്ട. എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ അത് എന്റെ മുഖത്ത് നോക്കി പറയണം. മുഖത്ത് നോക്കി പറയാനെന്താ? എനിക്ക് പേടിയാണെന്ന് വിചാരിച്ചോ? പറയ്, ഞാൻ എന്തേറ്റിയതെന്നാ? അന്യനായ ഒരാള്, അയാൾ എത്ര പ്രിയപ്പെട്ടതായാലും അകത്ത് വിളിച്ചു കയറ്റി ഇരുത്താമോ? അത് പേരുദോഷത്തിന് കാരണമാവും. അങ്ങനെ ചെയ്യരുതെന്ന് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? വളരെ ചെറിയ മനസ്സാ ചേച്ചിക്ക്. മറ്റാരുടെയും മനസ്സ് മനസ്സിലാക്കാനുള്ള കഴിവില്ല. ഇല്ല, നിങ്ങൾ ആരെയും മനസ്സിലാക്കാത്തത് കൊണ്ടാണല്ലോ ഇത്രയും കാലം 4 എണ്ണത്തിനെ കൈവെള്ളയിൽ എന്നതുപോലെ കൊണ്ടുനടന്നത്. സദാ സമയം ഇങ്ങനെ കണക്ക് പറഞ്ഞോണ്ടിരിക്കെ. കണക്ക് പറയുന്ന ചേച്ചി അല്ല മോളെ, അമ്മയാ. ഇപ്പോഴും നിങ്ങൾ എന്റെ മക്കളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കല്യാണപ്രായം എത്തിയതാ എല്ലാവരും. പേരുദോഷം ഉണ്ടാക്കി വെച്ചാ നല്ലൊരു കുടുംബത്തിൽ നിന്ന് ഒരു ആലോചന പോലും വരില്ല. ആരുടെയും കല്യാണവും നടക്കില്ല, ആരുടെയും.